പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ മോക്ക് ടെസ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 7 എന്ന് പറഞ്ഞാൽ 56 ആണെങ്കിൽ വാട്ട് ഇസ് 9? 7 എന്നത് 56നോട് റിലേറ്റ് ചെയ്തിരിക്കുന്നുവെങ്കിൽ എന്താണ് 9 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് പോവുകയാണ്. 7 സ്ക്വയർ പ്ലസ് 7 ആണ് 56 അല്ലെ. 49 പ്ലസ് 7 56 എന്ന് എഴുതാമെങ്കിൽ നമുക്ക് 9ന്റെ സ്ക്വയർ പ്ലസ് 9 സമം 81 പ്ലസ് 9 19 is the correct answer. Option C is the correct answer. Okay, thank you. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 21 എന്ന് പറയുന്നത് 3 ആണ് എങ്കിൽ 574 എന്ന് പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ ഇതിന്റെ റിലേഷൻ ഫസ്റ്റ് തിങ്ക് തന്നെ കിട്ടേണ്ടതാണ്. 21 എങ്ങനെയാണ് 3 ആവുന്നുള്ളത്? 21/7 ആണ് നമുക്ക് ആൻസർ കിട്ടുക. 20/7 ആണ് നമുക്ക് 3 എന്ന ആൻസർ വരിക. ഓക്കെ, അങ്ങനെ 574നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം 57 8 ഉണ്ട് 56 റിമൈൻഡർ 1 14 2 14 അല്ലേ. സോ 82 is the correct answer. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 26 എന്ന് പറയുന്നത് 5 ആണെങ്കിൽ വാട്ട് ഈസ് 65 65 എന്താണെന്നാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, അപ്പോൾ 26 എങ്ങനെ 5 നമുക്ക് കൂടുതലും ഈ ഒരു അനലോഗിയിൽ സ്ക്വയർ ക്യൂബുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് വരാം. 5ന്റെ സ്ക്വയർ പ്ലസ് 1 ആണ് 26 നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ 7 നമ്പറിന്റെ സ്ക്വയർ പ്ലസ് 1 നോക്കാം. 8ന്റെ സ്ക്വയർ ഒന്ന് കൂട്ടിയതാണ് 65 കിട്ടുക അല്ലെ. സോ ആൻസർ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ 14 is 9 26 വിച്ച് റിലേറ്റഡ് എന്നാണ് ചോദ്യം. നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ 14ഉം 9ഉം തമ്മിലുള്ള റിലേഷൻ പലപ്പോഴും കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പൊ നമുക്കറിയാം, ഇവിടെ നോക്കാം 9 × 2 18 ആണ്. 18 4 കുറച്ചാൽ 14 കിട്ടും. ആൻഡ് അഗെയിൻ ഇവിടെ ഏതോ ഒരു നമ്പറിൽ നിന്ന് 4 കുറച്ചതാണ് അല്ലെ. ഏതോ ഒരു നമ്പറിന്റെ ഇരട്ടിയിൽ നിന്ന് 4 കുറച്ചതാണ്. നമുക്കറിയാം ഏത് നമ്പറിന്റെ ഇരട്ടിയാണ് 4 കുറക്കുക? 30ന്ന് 4 കുറച്ചാലാണ് 26 കിട്ടുക. എങ്കിൽ 30ന്റെ പകുതി കണ്ടെത്തിയാലും മതി അല്ലെ. 15 × 2 30 ആണ്. 30ന്ന് 4 കുറച്ചാൽ നമുക്ക് 26 കിട്ടുള്ളേ അല്ലെ. അപ്പൊ ഇവിടെ നമ്പർ എന്ന് പറയുന്നത് 15 എന്ന് വരും. സോ ആൻസർ ഈസ് സി ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻഡ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, നന്നായി ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇത് കിട്ടാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ഇതിന്റെ റിലേഷൻ വരുന്നത് കറക്റ്റ് ഓർഡർ വൈസ് ആണ്. 42 റിലേറ്റഡ് ടു 56 ആൻഡ് 110 റിലേറ്റഡ് വാട്ട് നമ്പർ എന്നാണ്. 42 പറഞ്ഞാൽ എന്റെ സ്ക്വയറിന്ന് 7 കുറച്ചാൽ 49ന്ന് 7 കുറച്ചാൽ 42 കിട്ടും. 8ന്റെ സ്ക്വയറിന്ന് 8 കുറച്ചാൽ 64ന്ന് 8 കുറച്ചാൽ 56 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ റിലേഷൻ കറക്റ്റ് ആണ്. സ്ക്വയർ നമ്പർ സെയിം സ്ക്വയർ നമ്പർ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 110 കിട്ടിയ എവിടെയാണ്? 11ന്റെ സ്ക്വയറിന്ന് 11 കുറച്ചാൽ 121ന്ന് 11 110 ആണ്. സ്വാഭാവികം 11 പറഞ്ഞാൽ നെക്സ്റ്റ് സ്ക്വയർ 12 ആണ്. 12ന്റെ സ്ക്വയറിന്ന് 12 കുറച്ചാൽ മതി. സോ 144ൽ നിന്ന് 12 കുറച്ചാൽ നമ്മുടെ ആൻസർ 132 എന്ന് വരും. ഓൾ വീഡിയോ സ്പീഡ് ആണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, താങ്ക് യു. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിക്സ്ത് ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 5 എന്ന് പറയുന്നത് 36 ആണ്. 5 ഒരിക്കലും 36 ആവില്ല. 6 എന്ന് പറയുന്നത് എങ്ങനെ റിലേറ്റഡ് എടുക്കുന്നു? 5 എന്ന് പറയുന്നത് 36 ആണെങ്കിൽ 5 + 1 6 ആണ്. 6ന്റെ സ്ക്വയർ 36 ശരിയാണ്. ഇനി ഇവിടെ 6 + 1 7, 7ന്റെ സ്ക്വയർ 49 അല്ലെ. സോ ആൻസർ ഈസ് 49 കറക്റ്റ് ആയിട്ടുണ്ട്. ഈ റിലേഷൻ കറക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 0.16 is related to 0.0016 and how related 1.02 related അല്ലെ. ഇവിടെ നോക്കുക, ഇത് ചെറിയ നമ്പറാണ്, ഡെസിമലായിട്ട് 4 ഡെസിമൽ ഉണ്ട്. ഇത് വലിയ നമ്പറാണ്. ഈ ഒരു നമ്പറിനെ ശ്രദ്ധിക്കുക, 0.0016 എന്ന് പറയുന്നത് 16 ആണെങ്കിൽ ഇൻറ്റു 100 ചെയ്യണം അല്ലെ. ഇൻറ്റു 100 ചെയ്യുമ്പോൾ 2 ഡെസിമൽ ഇങ്ങോട്ട് വരും. അപ്പൊ 0.16 എന്നാവും. അങ്ങനെയാണെങ്കിൽ 1.02 ആയത് ഏതോ ഒരു നമ്പർ ഇവിടെ ഉണ്ടായിരുന്നു, അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഇതായത്. അപ്പോൾ നന്നായി ശ്രദ്ധിക്കേണ്ടത് 1.0.2 ഐക്കാണ്. 1.02 ഐക്കാണ്. അപ്പോൾ ഏതോ വലിയ ചെറിയ നമ്പർ ഇവിടെ ഉണ്ടായിരുന്നു, ഏതോ ഒരു നമ്പർ 100 കൊണ്ട് വിളിച്ചപ്പോഴാണ് 1.02 ആയത്. അപ്പൊ എന്ത് 2 സ്ഥാനമായിട്ട് മാറ്റി കൊടുക്കാൻ വേണ്ടത്. അപ്പൊ 2 സ്ഥാനം മാറ്റുമ്പോൾ ഇവിടെ ഒരു നമ്പർ ഉള്ളൂ, ഒരു സ്ഥാനം 0.0102 എന്ന് വരും. സോ ആൻസർ ഈസ്
എ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ചെയ്യുക, വീണ്ടും വീണ്ടും കണ്ടു നോക്കുക. കാരണം ഈ ഒരു നമ്പറിനെ 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഇതന്നെ കിട്ടുക 1.02 കിട്ടുക. 2 ഡെസിമൽ ഇങ്ങോട്ട് മാറുമ്പോൾ 1.02 ആണ് വരിക. അങ്ങനെയാണ് അത് വരുന്നത്. കുറച്ച് ചെറിയൊരു ഡിഫിക്കൽറ്റി വരുന്ന തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നന്നായി ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യന്, 8ാമത്തെ ക്വസ്റ്റ്യന് ശ്രദ്ധിക്കുക. 8ന്റെ ക്യൂബ് 512, അതിന്റെ പകുതിയാണ് 256. ഡയറക്റ്റ് ഉത്തരം പറയാണ്, ശ്രദ്ധിക്കുക. ഇനി അതേ ഒരു റിലേഷൻ വരുന്ന സെറ്റ് ഏതാണെന്നാണ്. എന്റെ ക്യൂബാണ് 353, അപ്പൊ അത് പറ്റൂല. 9ന്റെ ക്യൂബോ അല്ലെങ്കിൽ ഒന്നല്ല, പറ്റൂല. നമുക്കറിയാം 10ന്റെ ക്യൂബ് 1000 ആണ്, 1000ത്തിന്റെ പകുതിയാണ് 500. അപ്പൊ സെയിം റിലേഷൻ വരുന്ന ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ശ്രദ്ധിക്കുക. ആൻഡ് 8ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 9ാമത്തെ ക്വസ്റ്റ്യന് 27:9 ആണ് അല്ലെ. 3ന്റെ ക്യൂബ് 27, 3ന്റെ സ്ക്വയർ 9. അതേപോലത്തെ വരുന്നത് ഇവിടെ നോക്കുക. 64 8ന്റെ സ്ക്വയർ ആണ്, പക്ഷെ എന്താണ് 8 പറ്റൂല അല്ലെ. അപ്പൊ ഇത് പറ്റൂല. 5ന്റെ ക്യൂബ് 125 പക്ഷെ 5 ഉള്ളത്. 25 ഇരുന്നെങ്കിൽ ശരിയായിരുന്നു. 135ഉം 15ഉം പറ്റൂല, കാരണം ക്യൂബും സ്ക്വയറും അല്ലാത്ത നമ്പറാണ്. ആൻഡ് ലാസ്റ്റ് 729 എന്ന് പറയുന്നത് 9ന്റെ ക്യൂബാണ്. ആൻഡ് 81 ഈസ് സ്ക്വയർ ഓഫ് 9. സോ ആൻസർ ഡി ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ. ആൻഡ് ലാസ്റ്റ് നമുക്ക് ടെക്സ്റ്റിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇവിടെ ഈ ഒരു നമ്പർ, ഈ ഒരു റിലേഷൻ വരുന്ന സെറ്റ് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമായി കറക്റ്റ് ഓപ്ഷനിൽ വരുന്നത് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ 6ന്റെ സ്ക്വയർ ആണ് 36. ആ 36നെ തിരിച്ചിട്ടതാണ് 63. ശ്രദ്ധിക്കുക, 6ന്റെ സ്ക്വയർ 36, അതിനെ തിരിച്ചിട്ടത് 63. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ഒന്ന് നോക്കാം. 8ന്റെ സ്ക്വയർ 64, 64 തിരിച്ചിട്ടാൽ 46. സോ കറക്റ്റ് റിലേഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്.